ഡേ ട്രേഡിംഗ് നിർത്തുമെന്നൊക്കെ എൻ്റെ ചില സ്റ്റുഡൻസ് എന്നോട് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കാൻ പോണില്ല. സത്യം പറഞ്ഞാൽ അതൊക്കെ വളരെ സില്ലി ആയിട്ടുള്ള കാര്യമാണ്. മാർക്കറ്റിൽ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ കുറവുകൊണ്ടുള്ള തന്നെ ഒരു ഡൗട്ട്സും ഫിയറൊക്കെയാണ്. ഈവൻ നമുക്കാണെങ്കിൽ പോലും ഇതിനെ തുടക്കം ടൈമിലൊക്കെ ഉണ്ടായ ഒരു ഫിയർ തന്നെയാണ് ഡേ ട്രേഡിംഗ് നിർത്തോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ ഇൻ കേസ് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നെങ്കിൽ തന്നെ റെഗുലേഷൻസ് ഒക്കെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കുമെന്നുള്ളൂ. പക്ഷേ ഡേ ട്രേഡിംഗ് ഒന്ന് നിർത്താൻ പോകണമെന്ന്. അതെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ആ കോവിഡിൻ്റെ ക്രാഷിൻ്റെ സമയത്ത് 1:20 ലിവറേജിലൊക്കെ 1:5 ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചില റെസ്ട്രിക്ഷൻസ് ചിലപ്പോൾ വന്നേ മാത്രമല്ല എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ പണ്ട് US ഇതേപോലത്തെ ഒരു ഇൻസിഡന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം US സെക്യൂരിറ്റി ബോർഡ് $25,000 മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ ഡേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള റൂൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, അത്ര ചെറിയൊരു എമൗണ്ട് ചെയ്യുന്ന ആൾക്കാർ ചെയ്യണ ഒരു അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് ചെയ്ത് അത് ഫ്ലിപ്പ് ചെയ്യാൻ അവർ ശ്രമിക്കും. അതായത് ഇപ്പോൾ ഒരു $1,000 അക്കൗണ്ട് ആണെങ്കിൽ 2,000 ആക്കാനും 3,000 ആക്കാനൊക്കെ ശ്രമിക്കും. അപ്പം അങ്ങനത്തെ ഉള്ള ആക്ടിവിറ്റീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ $25,000 മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ ഡേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള റൂളൊക്കെ കൊണ്ടുവന്നത്. എന്തായാലും ഡേ ട്രേഡിംഗ് നിർത്താൻ പോകണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ റെഗുലേഷൻസ് കൊണ്ടുപോയിക്കാനും ചെറുതായിട്ട് എന്തെങ്കിലും. അതെ, മാക്സിമം അത്രയൊക്കെ സംഭവിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാർസൊക്കെ വന്നെയാണെന്നുണ്ടെങ്കിൽ മേ ബി അത് നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു ലിവിങ് പീരീഡിൽ പറയുകയാണെങ്കിൽ നമ്മൾ വാറൊന്നും വിറ്റ്നസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ വന്നെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഡേ ട്രേഡിങ്ങിന് അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസും എന്തെങ്കിലും പ്രൊഹിബിഷനൊക്കെ വരാൻ ചാൻസ് നമുക്ക് കാണുന്നുള്ളൂ.